ഹലോ. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ എല്ലാവർക്കും കളിച്ചൊക്കെ നല്ല വിശപ്പ് കാണും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 പീസ് ബ്രെഡും 2-3 പൊട്ടറ്റോയും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സ്നാക്ക് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല്. അസാധ്യ രുചിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ സോസോ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇപ്പം ഞാൻ ആ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായപ്പോഴേക്കും 2 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുവാണേ. നല്ല വലിപ്പമുള്ള എരിവുള്ള 2 പച്ചമുളകായിരുന്നേ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. നിങ്ങൾക്കതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും 2-3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണേ. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയാൽ മതിയേ. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. ആ പൊടികൾ ഇതിലോട്ട് ചേർക്കുമ്പോഴേക്കും ഈ പാനിനൊക്കെ നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് ഓഫ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടേ പൊടികൾ ചേർക്കാവുള്ളേ. ഇനിയിപ്പം പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ഇട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയും ചെയ്തു. ഇതേ ഒരു മീഡിയം വലുപ്പത്തിലുള്ള 3 പൊട്ടറ്റോ ആണ് നന്നായിട്ട് പുഴുങ്ങി അത് പീൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു 1/4 കപ്പ് മല്ലിയില വളരെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരുപോലെ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണേ. ഈ പൊട്ടറ്റോയും ബ്രെഡും കൂടെ ചേർന്ന ആ ഒരു സ്നാക്ക് നമ്മൾ മുക്കി വറക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പും 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളവും ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് ആ ബാറ്ററിൻ്റെ ആ തിക്നെസ് കറക്റ്റായത്. ആദ്യം നിങ്ങൾ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് പിന്നെ കുറേശ്ശേ വെള്ളം ചേർക്കാവുള്ളൂ കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം മുട്ടയുടെ വെള്ളം വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളേ. ഇനിയിപ്പം ഞാൻ 4 പീസ് ബ്രെഡ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു ദിവസം പഴയ ബ്രെഡ് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. തീരെ സോഫ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സ്പ്രെഡ് ചെയ്യുമ്പം അത് തന്നെയല്ല, അത് മുക്കി എടുക്കുമ്പോഴൊക്കെ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി പഴയ ബ്രെഡ് ആണെന്നുണ്ടെങ്കിലും ഇതിന് ഒരു കുഴപ്പമില്ല. ആ ബ്രെഡിൻ്റെ സൈഡോ ഒന്നും വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സ്പാച്ചുലയിൽ 2 സ്പാച്ചുല എടുത്തിട്ട് ഞാൻ ഈ കൂട്ട് ഇതിലോട്ട് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഏതാണ്ട് ബ്രെഡിൻ്റെ അതേ കനത്തിൽ തന്നെയാണ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഓരോ ബ്രെഡ് പീസസും 3ആയിട്ടൊന്ന് മുറിക്കുവാണേ. നമ്മൾ തയ്യാറാക്കിയ ഈ കൂട്ട് ഒരിച്ചിരി നന്നായിട്ട് കട്ടിയായിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 പീസ് ബ്രെഡിന് കറക്റ്റായിട്ടുള്ളതുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ ബ്രെഡ് ആകെ 4 പീസേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബാക്കിയും കൂടെ തയ്യാറാക്കി കാണിക്കാഞ്ഞത്. ഇനിയിപ്പോൾ നമുക്ക് ഓരോ പീസസായിട്ട് ആ ഫോർക്ക് കൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മുക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ മുക്കിയെടുത്തിട്ട് റൊട്ടിയുടെ പൊടിയിൽ നന്നായിട്ട് 4 വശവും അങ്ങ് കോട്ട് ചെയ്യണം. 4 വശവും പിന്നെ ആ സൈഡ്സും എല്ലാം നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്യണേ. ഇത് നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്നതിന് മുമ്പേ ഇത്രയും വരെ റെഡിയാക്കി വെക്കാം. നമുക്ക് ബാറ്ററിലും കോട്ട് ചെയ്ത് റൊട്ടിപ്പൊടിയിലും മുക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സമയമാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ നിങ്ങൾ എങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും വറുത്തെടുക്കുമ്പോൾ ഒന്നുകൂടെ ഇതുപോലെ റൊട്ടിപ്പൊടിയിലൊന്ന് മുക്കി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ നമ്മൾ മൈദമാവിൻ്റെ ആ കൂട്ടിൽ ബ്രെഡ് മുക്കുമ്പോൾ ഒരുപാട് അങ്ങ് മുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അത് വെയിറ്റ് കൂടി ആ ബ്രെഡ് ആ ബാറ്ററിലോട്ട് തന്നെ ഒടിഞ്ഞു വീഴും. ഇപ്പം നമ്മൾ എല്ലാ ബ്രെഡ് പീസസും അതുപോലെ മൈദയുടെ ബാറ്ററിലും റൊട്ടിപ്പൊടിയിലും മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലിൽ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ വറക്കാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. നിങ്ങൾ വെളിച്ചെണ്ണയാണ് വഴറ്റാൻ എടുത്തതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വറക്കുമ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഇതാവും കേട്ടോ. എന്നിട്ട് ഓരോ സൈഡും അതിൻ്റെ കൂടെ ശ്രദ്ധിച്ച് നിൽക്കണേ. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് മൂത്ത് വരും. 2 സൈഡും മാറി ഇട്ട് ആവശ്യത്തിന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റി ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതിൻ്റെ കൂടെ സോസോ വല്ലതും വേണമെന്ന് ഞാൻ ഓർത്തു. പക്ഷേ സോസൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുമ്പോൾ ശരിക്കും ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് കുറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നും വേണ്ട ആവശ്യമില്ല. നമുക്കിത് ചുമ്മാതെ തന്നെ ചെറിയ ചൂടോടുകൂടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. അപ്പം നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കല് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളേ.
അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്